സംസ്ഥാനത്ത് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ സതീശൻ മന്ത്രിസഭ ജനങ്ങളുടെ ഇടയിൽ വലിയ കയ്യടി വാങ്ങുവാൻ അവരുടെ 5 ഗ്യാരണ്ടികൾ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നാട്ടിൽ എന്ത് കാര്യങ്ങൾ നടപ്പാക്കപ്പെടണമെങ്കിലും സാമ്പത്തികമായ സ്രോതസ് ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ ഞെരുക്കത്തിനിടയിലും തങ്ങളെ അധികാരത്തിലെത്തിച്ചാൽ സംസ്ഥാനത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉതകുന്ന ആകർഷകമായ ഗ്യാരണ്ടികൾ UDF ജനങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ അത് സ്വാഭാവികമായി കൂടുതൽ സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിനെ നയിക്കും. ഇത് പറയുമ്പോൾ നിലവിൽ സംസ്ഥാനം പലതരത്തിലുള്ള സാമ്പത്തികമായ തിരിച്ചടിയിലൂടെ കടന്നു പോകുന്നു എന്ന് ഭരണകക്ഷികളും പ്രതിപക്ഷവും പറയാറുണ്ട്. അതിൽ ഭരണകക്ഷിയായിരിക്കുമ്പോൾ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അനാരോഗ്യകരമായ സമീപനമായിരുന്നു എന്ന്. ഏതാണ്ട് 55,000 കോടിയോളം രൂപയുടെ കുറവ് പ്രതിവർഷം കേരളത്തിൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് കേന്ദ്രത്തിൻ്റെ അവഗണന മാറിയിട്ടുണ്ട് എന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ വക്താക്കൾ ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 2000 രൂപ വീതം നൽകിക്കൊണ്ടിരുന്നതിനേക്കാൾ 1000 രൂപ വീതം കൂടുതൽ നൽകും എന്ന് സതീശൻ സർക്കാർ പറയുമ്പോൾ അതിന് മാത്രമായി ഏതാണ്ട് അധികം 8,000 കോടി രൂപ കണ്ടെത്തേണ്ടി വരും. നിലവിൽ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ഒരു വർഷം സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യത ഏതാണ്ട് 12,000 മുതൽ 13,000 കോടി വരെയാണ്. ഇതിനോടൊപ്പമാണ് ചരിത്രത്തിൽ ആദ്യമായി ആരോഗ്യ മേഖലയിലെ വലിയൊരു ഇൻഷുറൻസ് പദ്ധതിയെപ്പറ്റി സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ഗുണദോഷ വശങ്ങളെപ്പറ്റി പിന്നീട് ഞങ്ങൾ വിശദീകരിക്കും. എന്നാൽ ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കപ്പെടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണ്ട് 72 ലക്ഷം കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ഏറ്റവും കുറഞ്ഞത് 17,500 കോടി മുതൽ 20,000 കോടിയോളം രൂപ പ്രതിവർഷം സംസ്ഥാന സർക്കാർ കണ്ടെത്തണം. നോക്കൂ, KSRTCയിലെ സൗജന്യ യാത്ര. സംസ്ഥാനത്ത് KSRTCയിൽ യാത്രികരിൽ ഭൂരിപക്ഷം സ്ത്രീകളാണെന്ന് നമുക്കറിയാം. സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ KSRTCയിൽ സൗജന്യ യാത്രയാണ് സ്ത്രീകൾക്ക് മൊത്തത്തിൽ അനുവദിക്കാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ KSRTCക്ക് ഏറ്റവും കുറഞ്ഞത് 1,400 കോടി മുതൽ ഏതാണ്ട് 1,600, 1,700 കോടി രൂപ ഒരു വർഷം അധികം കൊടുക്കേണ്ടി വരും. കോളേജിലെ പെൺകുട്ടികൾ, നമുക്കറിയാമല്ലോ, കേരളത്തിലെ സർവകലാശാലകളിൽ 60% പഠിക്കുന്നത് പെൺകുട്ടികളാണ്. ഏതാണ്ട് 6 ലക്ഷം വരുന്ന കുട്ടികൾക്ക് ഒരു മാസം 1000 രൂപ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനുവേണ്ടി ഏതാണ്ട് 720 കോടി രൂപ സർക്കാർ കണ്ടെത്തണം. വയോജന വകുപ്പ് ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കുന്ന ബാധ്യത തൽക്കാലം ഞങ്ങൾ പറയുന്നില്ല. സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി സർക്കാർ ലോൺ കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ എടുക്കുമ്പോൾ നോക്കൂ, 10 ലക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് 5 ലക്ഷം രൂപ വീതം പലിശരഹിത വായ്പയാണ് അനുവദിക്കുന്നതെങ്കിൽ 50,000 കോടി രൂപയായിരിക്കും സംസ്ഥാന സർക്കാർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരിക. അതിന് ഏറ്റവും കുറഞ്ഞത് 8% പലിശയെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ ഒരു വർഷം അതിനുവേണ്ടി സർക്കാരിന് 4,000 കോടിയോളം രൂപ കണ്ടെത്തണം. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയ്ക്ക് മുകളിൽ ഏതാണ്ട് 40,000 മുതൽ 55,000 കോടി രൂപ അധികം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം സതീശൻ സർക്കാരിൻ്റെ മുകളിൽ വന്നുവിടാൻ പോകുന്നു. ഇവിടെയാണ് നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ചില ബാധ്യതകൾ കൂടി നമ്മൾ പരാമർശിക്കേണ്ടി വരുന്നത്. നോക്കൂ, സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള കടം വർദ്ധിക്കുന്നുവെന്നും സംസ്ഥാനം കടക്കണിയിലാണ് എന്നുമുള്ള ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ നമുക്കറിയാവുന്ന വസ്തുത,
സംസ്ഥാനത്തിന് ഏതാണ്ട് 3.5 ലക്ഷം കോടി രൂപയിലധികമാണ് സംസ്ഥാനത്തിന്റെ കടം. ഓരോ മലയാളിക്കും തലയെണ്ണി പറഞ്ഞാൽ 1,39,000 രൂപയുടെ ബാധ്യതയുണ്ട് മറ്റ് സർക്കാരുകൾക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾക്ക്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് തലയെണ്ണി പറഞ്ഞാൽ തമിഴ്നാടിനാണ്. എന്നാൽ രാജ്യത്ത് സാമ്പത്തികമായ മേഖലയിൽ കേരളം അത്ര മോശമല്ലാത്തൊരു സംസ്ഥാനമായതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയുടെ ആഘാതം പശ്ചിമ ബംഗാളിനേക്കാളും പഞ്ചാബിനേക്കാളും കുറവാണെന്ന് പറയാം. അപ്പോഴൊരു പ്രശ്നമുള്ളത്, നോക്കൂ, സംസ്ഥാനത്തിൻ്റെ ബജറ്റ്, ഒരു വർഷത്തെ മൊത്തം ബജറ്റ് തുക 2.39 ലക്ഷം കോടി രൂപയാണ്. ആ 2.39 ലക്ഷം കോടി രൂപയുടെ ബജറ്റ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ റവന്യൂ വരുമാനത്തെക്കാൾ കൂടുതൽ നമ്മൾ ചെലവാക്കേണ്ടി വരുന്ന കമ്മി ഏതാണ്ട് 34,500 കോടി രൂപ വരും. അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരു വർഷം ഈ ബജറ്റിൻ്റെ കാര്യങ്ങൾ ചെലവാക്കാൻ വേണ്ടി സംസ്ഥാനം വരാൻ പോകുന്ന ഈ വർഷം 55,420 കോടി രൂപ വായ്പ എടുക്കേണ്ടി വരുമെന്ന് ബാലഗോപാലിൻ്റെ ബജറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ ബജറ്റിൽ പറയുന്നു, സംസ്ഥാനം ഒരു വർഷം കൊടുക്കേണ്ട പലിശ, ആര് ഭരിച്ചാലും കൊടുക്കേണ്ട പലിശ ഈ വർഷം കൊടുക്കേണ്ടത് 34,376 കോടി രൂപയാണ്. അങ്ങനെ നോക്കൂ, നമ്മുടെ ബജറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ പോലും വലിയ തുക വായ്പ എടുക്കേണ്ടി വരുന്നു, പണ്ടെടുത്ത തുകകൾക്ക് പലിശ കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ എടുക്കുമ്പോൾ സതീശൻ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടണമെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ പഴയകാലത്തെ ഓർമ്മിപ്പിക്കും വിധം വലിയ മാറ്റങ്ങളിലൂടെ സഹായിക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ സംസ്ഥാന സർക്കാരിന് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തം വരുമാന മാർഗങ്ങളെ കൂടുതൽ സജീവമാക്കി മാറ്റിക്കൊണ്ട് സംസ്ഥാനത്തിന് പുതുതായി സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാതെ നേരത്തെ പറഞ്ഞ ഒരു 40,000 മുതൽ 50,000 കോടിയോളം രൂപ കണ്ടെത്താനുള്ള അവസരങ്ങൾ ഇവിടെ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നു എന്ന യാഥാർത്ഥ്യം സതീശൻ സർക്കാർ തിരിച്ചറിയണം. പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ധനകാര്യമന്ത്രിയായിരിക്കെ താനൊരു ധനകാര്യ വിദഗ്ധൻ അല്ലെങ്കിൽ പോലും ജനകീയമായ ബദലുകൾ അവതരിപ്പിച്ച ആളുകളുടെ ശ്രദ്ധ നേടിയ ശ്രീ സതീശനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന സാമ്പത്തികമായ സ്രോതസ്സുകളെ കണ്ടെത്തി അത് സാധാരണ ജനങ്ങൾക്ക് ഗുണപരമാകുന്ന തരത്തിൽ, എന്നാൽ അതിലൂടെ സംസ്ഥാനത്തെ അതിസമ്പന്നരായ ചുരുക്കം ചില ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് നൽകിയ ഈ 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ വേണ്ട സാമ്പത്തിക സ്വരൂപിക്കൽ സതീശൻ സർക്കാർ ശക്തമായി നേതൃത്വം കൊടുക്കും. അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള സമരവും കേരളത്തിൽ അനിവാര്യമാണ്. ഇതാണ് നിലവിൽ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ നിലവിലെ അവസ്ഥയെപ്പറ്റി തുടക്കത്തിൽ ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്.